ശുദ്ധ കണ്ടെത്തുന്നില്ല ഒരു ഭാഗം ശ്രീരാമാദികളുടെ നിശ്ചയമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ഞാൻ വായിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ചാരിക പൈതലേ ചൊല്ലുന്നീം ചാരുരാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം ഗുണ്ടരുളിടിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ഗുണപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരകാ ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞിതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിനാദരാൽ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തെ നിരൂപിക്ക പോലും മശക്യമാമബ്ദിശതയോജനായ തമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള വൃത്തിന്മാരൊത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മൺ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാതാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവി എന്ന് കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും രാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും വധാ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മനസ്സേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചൂടാത്തൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വന്നിയിൽ ചാടേണമെന്നതു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്ന വരല്ലിവർ പിന്നെയുമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെ തീർക്കുന്നിതു രാഘവ നിന്തിരുമുൻപിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിനിത മിത്രപുത്രോക്തിത കളത്രമാകർണ്യ കാവുൽസ്തനും തൽക്ഷണേ
മുമ്പിലമ്മാർക്കു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ എന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടന്നിങ്ങിനെ എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി ഉണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നുറ്റുന്നതമതിൻ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം. കനക വിമാന സമാനമായ വിസ്താരമുണ്ട്. 700 യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിലുമുണ്ടതിന്. ശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ. 7ലും 4 ഗോപുരപംക്തിയും ചൂഴവുമായിരും 28 ഗോപുരം. എല്ലാത്തിനും കിടങ്ങുണ്ട അത്യാഘാതമായി ചൊല്ലുവാൻ യന്ത്രപ്പാല പംക്തിയും. അണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരൻ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരവരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടോരു 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിൽ അർദ്ധമുണ്ടുഗ്രതയോടു നടു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനു ഉണ്ടത്ര പേർ. മന്ത്രശാല അതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. വിരചിത ലങ്കാര വേദമാം ആതങ്കാപഹം പറയാവനല്ല അനന്തനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയും കണ്ടുപിനേൻ. അങ്കുലീയം കൊടുത്താശു ചുബുടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു. വഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ അവരോരവിവേകം ആരാമെല്ലാം തകർത്തതു കാക്കുന്നു. വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനാൻ. രക്ഷോവരാത്മജാനകീയ ബാലകനക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവിൻ മന്നവാ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം. പിന്നെ രാവണ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതവനെ എന്ന നേരം. കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അടയാളപ്പെടുത്തുന്നതു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ പിന്നെ വായിക്കാം കേട്ടോ.